ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ മാത്സിൻ്റെ സെഷൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും, അതായത് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് മാത്സിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തതിൽ നമ്മൾ ബേസിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ മുൻ വർഷത്തിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ PYQs കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ. ഇത് പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ ശതമാനം, അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? ഒരു സംഖ്യയുടെ 40% എന്നത് 360 ആണെങ്കിൽ ആ സംഖ്യ എത്ര? അപ്പോൾ ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ 40% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ 40 എന്ന് പറയുന്നതാണല്ലോ 360 അല്ലേ. 40% എന്ന് പറഞ്ഞാൽ എന്താണ്? 100 സോ 40 എന്ന് പറയുന്നതാണ് 360 എങ്കിൽ നമുക്ക് എന്താ അറിയേണ്ടത്? ആ സംഖ്യയല്ലേ അറിയേണ്ടത്. ആ സംഖ്യ എന്ന് പറയുമ്പോൾ 100 എത്രയാണെന്ന് അറിയണം അല്ലേ. അപ്പം എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ 360, അതായത് നമുക്ക് ഇവിടെയുള്ള വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഏതാണുള്ളത്? 360. ഇനി എന്താണ്? 100ലുള്ള വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. സോ എന്താണ്? 360നേക്കാൾ കൂടണം. അപ്പം എന്ത് ചെയ്യണം? 100/40 അല്ലേ. അപ്പം 4 36 എത്ര പ്രാവശ്യമാണ്? 9 പ്രാവശ്യം. സോ 9 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 900. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ കേട്ടോ, 900. നമ്മൾക്ക് അടുത്തത് എന്താണ്? അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 8000 രൂപ ABC എന്നീ 3 പേർക്ക് 2:3:5 എന്ന അംശബന്ധത്തിൽ പങ്കിട്ടെടുത്താൽ എക്ക് ലഭിക്കുന്ന തുക എത്ര? ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ABC അല്ലേ. ഇത് റേഷ്യോ 2, 3, 5. ഇനി ഇവരുടെ മൊത്തം തുക എത്രയാണ്? 8000. സോ A+B+C എന്ന് പറയുന്നതാണ് 8000. അപ്പം 2, 3, 5, 5, 5, 10. ഏതോ ഒരു സംഖ്യയുടെ 10 എന്ന് പറയുന്ന വാല്യൂ ആണ് 8000 എങ്കിൽ നമ്മളോട് അതാ ചോദിച്ചത് എയുടെ വില. എയുടെ റേഷ്യോ എത്രയാണ്? 2. 10 എന്ന് പറയുന്നത് 8000 ആണെങ്കിൽ 2 എത്ര എന്നല്ലേ ചോദിച്ചത്. സോ എന്ത് ചെയ്യണം? 8000 × 2/10. ഇപ്പം എത്രയാണ്? 1600. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ അല്ലേ. അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്തത് എന്താണ്? ശരാശരി എന്ന് പറയുന്ന യൂണിറ്റിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? 12 വിദ്യാർത്ഥികളുടെ ശരാശരി വയസ്സ് 20. അപ്പം 12 വിദ്യാർത്ഥികളാണുള്ളത്. അവരുടെ ശരാശരി വയസ്സ് 20. നമുക്ക് എണ്ണവും ശരാശരിയും കിട്ടിയാൽ ടോട്ടൽ കാണാൻ അറിയാലോ. എന്താണ്? എണ്ണം × ശരാശരിയാണ് തുക. അപ്പം അവരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? 12 × 20 240 ആണ് ഈ 12 കുട്ടികളുടെ ആകെ വയസ്സ്. ഇനി എന്താണ്? ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നപ്പോൾ അപ്പോൾ 12 ഉള്ളത് എത്രയായി മാറി? 13ആയി മാറി. അപ്പോൾ എന്തായി? ശരാശരി 1 കുറഞ്ഞു. അതായത് ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നപ്പോൾ ശരാശരി 1 കുറഞ്ഞു. 20 ഉള്ളത് എന്തായി മാറി? 19ആയി മാറി അല്ലേ. അപ്പോൾ 9, 3, 27. 3, 9, 12, 12, 2, 14. പിന്നെയോ 1, 1, പിന്നെയോ നേരത്തെ 1 ക്യാരി. അപ്പോൾ എത്രയാണ്? 247. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതായിരിക്കും എന്ത്? പുതുതായി വന്ന കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 247 240 കുറച്ചാൽ എത്രയാണ്? 7. സോ വയസ്സ് എത്രയാണ്? 7 വയസ്സ്. 7 വയസ്സ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മുടെ എന്താണ്? ലാഭവും നഷ്ടവും എന്നുള്ള ചാപ്റ്റർ ഉണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിൽ നിന്നാണ് ഇത്. ഒരു കച്ചവടക്കാരൻ 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 10% ലാഭത്തിന് വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? അപ്പം അയാളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 500. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിറ്റ വില എത്രയാണെന്നാണ്. അദ്ദേഹത്തിന് കിട്ടിയ ലാഭശതമാനം എന്ന് പറയുന്നത് 10%ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 500ൻ്റെ 10% പ്രോഫിറ്റ് അല്ലേ, 10% ലാഭമല്ലേ. അപ്പം 100ൻ്റെ കൂടെ 10 കൂട്ടുക. അപ്പം എത്രയാണ്? 500ൻ്റെ 110% കാണുക
500ൻ്റെ 110% എത്രയാണ്? 550. ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? സോ ആൻസർ എത്രയാണ്? 550 രൂപ. അടുത്ത ചോദ്യം 3, 7, 11, 15 എന്ന സമാന്തര ശ്രേണിയിലെ അടുത്ത പദം ഏത്? അതാണ് ചോദ്യം. അപ്പം ഇത് നോക്കിയേ, 3, 7, 11, 15. സോ 3ഉം 4ഉം 7, 7ഉം 4ഉം 11, 11ഉം 4ഉം 15, 15ഉം 4ഉം 19. സോ അടുത്ത സംഖ്യ ഏതായിരിക്കണം? 19 ആയിരിക്കണം അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ എഴുതാം. 3/5, 5/8, 2/3, 1/2 അല്ലേ? ഇനി വലിയ സംഖ്യയിലെ അറിയേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3 അംശവും 8 ഛേദവും അല്ലേ തൊട്ടടുത്ത്. അപ്പം 3 × 8 24 എന്ന് പറയുന്നത് 3ൻ്റെ മേലെ ആയിരിക്കണം. 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കണം. എവിടെ? 5ൻ്റെ മേലെ. സോ 24 ആണോ വലുത്? 25 ആണോ വലുത്? 25 ആണ് വലുത്. അപ്പം ഇതിനെ നമുക്ക് ഒഴിവാക്കാം. അടുത്തത് 5 × 3 15, 8 × 2 16. 15 ആണോ വലുത്? 16 ആണോ വലുത്? 16. സോ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി 2 × 2 4, 3 × 1 3. സോ 4 ആണോ വലുത്? 3 ആണോ വലുത്? ഏതാണ്? 4. സോ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? 2/3. ഓക്കെ അല്ലേ? അടുത്തത് 1 3 3 1, അതായത് 1331ൻ്റെ ക്യൂബ് റൂട്ട് അഥവാ ഘനമൂലം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയുടെ സ്ഥാനത്തൊക്കെ നോക്കുക. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 1 അല്ലേ? അതായത് ഏത് വാല്യൂവിൻ്റെ ക്യൂബ്, അതായത് നമ്മൾ ക്യൂബ് വാല്യൂ കാണുമ്പം നമുക്ക് 1 കിട്ടുമെങ്കിൽ, യൂണിറ്റ് പ്ലേസിലെ വാല്യൂ 1 കിട്ടുമെങ്കിൽ ആ സംഖ്യ ഏതാണ്? 1 അല്ലേ? 1 × 1 1, 1 × 1 1 ആണല്ലോ. സോ 1ന് മാത്രമേ എന്ത് വരൂ? ഒറ്റയുടെ സ്ഥാനത്തേക്ക് 1 വരൂ. സോ 1. ഇനി 3 സ്ഥാനം ഒഴിവാക്കുക. 1 2 3 ഒഴിവാക്കിയിട്ട് ഇവിടെയുള്ള വാല്യൂ എത്രയാണ്? 1. 1ൻ്റെ അടുത്ത് വരുന്ന ക്യൂബ് റൂട്ട്, ഏറ്റവും പൂർണ്ണമായിട്ട് പോകുന്ന ക്യൂബ് വാല്യൂ ഏതാണ്? ക്യൂബ് റൂട്ട് വാല്യൂ 1 അല്ലേ? 1ൻ്റെ ക്യൂബ് 1 ആണ്. സോ 1 1. അപ്പം എത്രയാണ്? 11. 11ൻ്റെ ക്യൂബ് വാല്യൂ ആണ് എന്ത്? 1331. അതുപോലെ 1331ൻ്റെ ക്യൂബ് റൂട്ട് വാല്യൂ ആണ് 11. അപ്പം ഇതിന് കാണാൻ എളുപ്പം മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അടുത്തത് 200 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 72 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 200 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകുവാൻ ഈ തീവണ്ടിക്ക് എത്ര സമയം എടുക്കും? സെക്കൻഡിലാണ് കാണേണ്ടത്. സോ 1, തീവണ്ടിയുടെ നീളം എത്രയാണ്? 200. പിന്നെയോ നമ്മൾ ടോട്ടൽ ദൂരം കണക്കാക്കുമ്പം ഇവിടെ എന്തൊക്കെ കണക്കാക്കണം? തീവണ്ടിയുടെ നീളവും അതേപോലെ പാലത്തിൻ്റെ നീളവും. ഇവിടെ പാലത്തിൻ്റെ നീളം എത്രയാണ്? 200 മീറ്റർ. അപ്പം ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 400. ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കണേ, മീറ്ററിലാണുള്ളത്. 400 മീറ്റർ. ഇനി എന്താണ് വേഗതയോ? വേഗത 72 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 72 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത്? സമയമാണല്ലോ അറിയേണ്ടത് അല്ലേ? അപ്പം നമുക്ക് ഇനി ആ ഇക്വേഷനിലേക്ക് പോവാം. അപ്പം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. പഠിച്ചിട്ടില്ലേ? ഇവിടെ നമുക്ക് എന്താണ് അറിയേണ്ടത്? സമയമാണ് അറിയേണ്ടത് അല്ലേ? അപ്പം സമയം ഈക്വൽ ടു എന്താണ്? വേഗത ഡിവൈഡഡ് ബൈ ദൂരം. എന്താണ്? സമയം ഈക്വൽ ടു എന്താണ്? ദൂരം ബൈ വേഗത അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്തറിയാം? വേഗത അറിയാം, ദൂരം അറിയാം. അപ്പം ദൂരം എത്രയാണ്? 400 മീറ്റർ. വേഗതയോ 72 × 5/18. 18 4 എത്രയാണ്? 72. സോ 400/18.
20. 400/20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 സെക്കൻഡ് അല്ലേ? 40-ൽ 2 എത്ര പ്രാവശ്യമാണ്? 20 പ്രാവശ്യം. സോ ആൻസർ എന്താണ്? 20 സെക്കൻഡ്സ്. അപ്പം ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണ്? 1 യൂണിറ്റ് എല്ലാം സെയിം ആയിരിക്കണം. 1 മീറ്ററിലും 1 കിലോമീറ്ററിലും ആണെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, അഥവാ തിരിച്ച്, അതായത് കിലോമീറ്ററിന് അല്ലെങ്കിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അപ്പം അതുപോലെ മണിക്കൂറിനെ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റേണ്ട കേസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മണിക്കൂറിന് സെക്കൻഡ്സിലേക്കോ അല്ലെങ്കിൽ മിനിറ്റിലേക്കോ ഒക്കെ മാറ്റേണ്ടത്. അപ്പം ഇതിന് ബേസ് ആയിട്ട് പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ്? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിൽ അറിയേണ്ട കാര്യം കേട്ടോ. അടുത്ത നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദശാംശ സംഖ്യകളുടെ അഡിഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ. അത് ദശാംശ സംഖ്യകളുടെ അഡിഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തെറ്റുമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 3 സ്ഥാനം. അപ്പം എല്ലാത്തിനും 3 സ്ഥാനാക്കി വെക്കുക പോയിന്റിന് ശേഷം. ഇപ്പം സ്ഥാനം കറക്റ്റ് ആയല്ലോ. ഇപ്പം നിങ്ങൾക്ക് അഡീഷൻ ചെയ്യുമ്പോൾ തെറ്റില്ല. അല്ലാത്തവർ നിങ്ങൾ മൈൻഡിൽ അതേപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം എന്താണ്? 0 0. അപ്പം 0 + 0 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 0 + 2 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. പിന്നെയോ 2 + 2 + 2 എന്ന് പറഞ്ഞാൽ എത്രയായി? 6. പിന്നെയോ 2ഉം 22ഉം കൂട്ടിയാൽ എത്രയാണ്? 24. സോ ആൻസർ എന്താണ്? 24.642. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത നോക്കിയേ, ഒരു സംഖ്യ 20% കൂട്ടിയ ശേഷം 20% കുറച്ചാൽ യഥാർത്ഥ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒരേ സംഖ്യയാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സംഖ്യയുടെ സ്ക്വയർ കാണുക. ഇപ്പം ഇവിടെ 20ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പം എത്രയാണ്? 400/100, 4%. എപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെ ഒരേ സംഖ്യ തന്നെ കൂടുകയും കുറയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് നഷ്ടമാണ്, കുറവാണ്. സോ ഇവിടെ എത്രയാണ് കുറവ്? 4% കുറവാണ് കേട്ടോ. 4% കുറവ്. എപ്പോഴും ഒരേ സംഖ്യയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നഷ്ടമാണ്. അതായത് 10% കൂട്ടി 10% കുറച്ചു, അല്ലെ 50% കൂട്ടി 50% കുറച്ചു, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നഷ്ടമാണ്. നഷ്ടം എന്ന് പറയുന്നത് എത്രയാണോ അതിൻ്റെ പവർ അതിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ. അപ്പം ഇവിടെ 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400, 400/100 എന്ന് പറഞ്ഞാൽ 4. അപ്പം 4% നഷ്ടമാണ് സംഭവിക്കുന്നത്. അടുത്തത്, ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്താൽ മതി? ഇനി തുകകൾ ആഡ് ചെയ്യാൻ പോലെ ആദ്യത്തെ, അതിൽ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടാണ് ഇനി 100 എണ്ണൽ സംഖ്യകളോ 200ഓ 300ഓ എത്രയായിക്കോട്ടെ, പക്ഷെ ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? n × n+1 ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പം ഇവിടെ എത്രയാണ്? 10 × 11/2 എത്രയാണ്? 55. സോ ആൻസർ എന്താണ്? 55. അപ്പം ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? 55. ഇനി അടുത്തത് നിങ്ങൾക്കറിയാമല്ലോ, പ്രോഗ്രഷൻ അല്ലേ? സമാന്തര ശ്രേണിയും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 100നും 200നും ഇടയിൽ 3 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പം നമുക്ക് 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന സംഖ്യ 100 ആണെങ്കിൽ 1 0 0 കൂട്ടുക. എത്രയാണ്? 1. 1നെ 3 കൊണ്ട് ഹരിച്ചാൽ പോവോ? ഇല്ല. 102നെ പോവോ? കാരണം എന്താണ്? 1 0 2. 1 0 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 + 0 + 2 എത്രയാണ്? 3. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സോ 3 കൊണ്ട് നിശേഷം പോകും. അപ്പൊ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് 102ഉം അവസാന സംഖ്യ ഏതായിരിക്കും? അങ്ങനെയെങ്കിൽ 1ഉം 9ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 19 ആണ്. 1ഉം 9ഉം 8 ആണെങ്കിലോ? 9ഉം 8ഉം 17 1ഉം 18 അല്ലേ? അപ്പം 198. ഇതാണ് ആദ്യ സംഖ്യയും അവസാന സംഖ്യയും. നമ്മളോട് എന്താ ചോദിച്ചത്? എത്ര സംഖ്യകൾ എന്നാണല്ലേ കാണേണ്ടത്? സോ അവസാന പദം എത്രയാണ്? 198 മൈനസ് ആദ്യ പദം എത്രയാണ്? 192.
ഏത് സംഖ്യ കൊണ്ടാണ് പൂർണ്ണമായി പോകേണ്ടത്? 3. കിട്ടിയിരിക്കുന്ന സംഖ്യയെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 9 8 പോയാൽ എത്രയാണ്? 6. പിന്നെയോ 96/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. 32 1 33. അപ്പം സംഖ്യ ഏതാണ്? 33 അല്ലേ? 33. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എന്താണ് ആൻസർ വരുന്നത്? 33. അതായത് 96/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ആണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടണം. അടുത്തത് കൂട്ടത്തിൽ ചേരാത്ത, നമ്മളെപ്പോഴും ചോദിക്കുക ഒറ്റയാൻ ആര് എന്നൊക്കെ നിങ്ങളോട് എപ്പോഴും ചോദിക്കുന്നതാ. അപ്പം നോക്കിയേ, 5 ക്യൂബിൻ്റെ വാല്യൂ ആണ് 125 അല്ലേ? 4 ക്യൂബിൻ്റെ വാല്യൂ ആണ് 64. ഇനിയോ 3/4 ആണ് 81, 3/3 ആണ് 27 അല്ലേ? സോ ഇതിൽ ഒറ്റയാൻ ആരാണ്? 81 ആണ്. കാരണം മറ്റേതിൻ്റെ എല്ലാം എന്താണ്? 3ൻ്റെയും 4ൻ്റെയും 5ൻ്റെയും ക്യൂബ് വാല്യൂ ആണ്. ഇനി അടുത്തത് നമ്മുടെ ടെസ്റ്റ് ഓഫ് റീസണിങ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ്? അപ്പം ഇതിൽ നമ്മൾ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് എന്ന് പറയും, ദിശാവബോധം. അപ്പം നോർത്ത്, താഴെ സൗത്ത്, വലത് ഭാഗം ഈസ്റ്റ്, ഇടത് ഭാഗം വെസ്റ്റ് അല്ലേ? അങ്ങനെ ഓർത്ത് വെക്കുക. മുകളിൽ നോർത്ത്, താഴെ തെക്ക്, വലത് ഭാഗം എന്താണ്? ഈസ്റ്റ് ആയിരിക്കണം. അത് അവരവരുടെ. ഇപ്പം എൻ്റെ വലത് ഭാഗം എൻ്റെ ഈസ്റ്റ്, ഇനി ലെഫ്റ്റ് വെസ്റ്റ്, അങ്ങനെ നിങ്ങൾ മനസ്സിൽ കണക്കാക്കുക. എന്നിട്ട് എന്താണ്? ഒരാൾ, അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും സെൻറ്ററിൽ നിന്ന് തുടങ്ങണം. ഒരാൾ 5 കിലോമീറ്റർ കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം, അപ്പോൾ കിഴക്കോട്ടാണ് ട്രാവൽ ചെയ്തത്, 5 കിലോമീറ്റർ എന്ത് ചെയ്തു? വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പം ഇങ്ങനെ, അതായത് കിഴക്കോട്ട് തിരിയുന്ന ആളുടെ വലത് ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? തെക്കായിരിക്കും. 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഏത് ദിശയിലാണ്? ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്. അപ്പം എന്താണ്? തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ അയാൾ ഉള്ളത് അല്ലേ? ഈ ഡയറക്ഷനിലല്ലേ അയാൾ ഉള്ളത്. സോ ഇത് തെക്കാണ്, ഇത് കിഴക്കാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ക്ലോക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു യൂണിറ്റ് ആണ്. ഒരു ക്ലോക്കിൽ സമയം 1:30 ആണെങ്കിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ സമയം എത്രയായിരിക്കും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ 1:30 അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 11 മണിക്കൂർ 60 മിനിറ്റ്. അതന്നെയല്ലേ 12 മണി. സോ 12:00 എഴുതരുത്, 11 മണിക്കൂർ 60 മിനിറ്റ്. അതിൽ നിന്ന് വേണം 1:30 കുറയ്ക്കാൻ. അപ്പം എത്രയായി? 10:30. സോ ആൻസർ എന്താണ്? 10:30. ഓപ്ഷൻ എ. മനസ്സിലായല്ലോ? അടുത്തത് നമ്മുടെ ശതമാനത്തെ തന്നെ 10% 20% അടുപ്പിച്ചുള്ള കിഴിവുകൾക്ക് തുല്യമായ ഒറ്റ കിഴിവ് എത്ര ശതമാനമാണ്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? -10. കിഴിവാണല്ലോ, കിഴിവ് എപ്പോഴും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. -10 -20 -10 ഇൻറ്റു -20/100. അപ്പോൾ എത്രയാണ്? -10ഉം -20ഉം കൂട്ടിയാൽ -30. -10 ഇൻറ്റു മൈനസ് ഇത് എന്ന് പറയുമ്പോൾ പ്ലസ് 10ൽ എന്താണ്? 10 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ 200 ആണ്. 200/100 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ -30ഉം +2ഉം എത്രയാണ്? -28. സോ എത്രയാണ്? 28% തുല്യമാണ്. ഇനി അടുത്തത് 5 സംഖ്യകളുടെ ശരാശരി 40. അതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 38 ആയി മാറി. ഒഴിവാക്കിയ സംഖ്യ ഏത്? അപ്പം 5 സംഖ്യകളുടെ ശരാശരിയാണല്ലോ 40. ഇനി എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കി. ഇപ്പം 4 സംഖ്യയുള്ളൂ. ഇപ്പം എത്രയാണ്? 38. അപ്പം എന്ത് ചെയ്യുക? 5 × 4 20. 200 മൈനസ് 4 8 32. 4 3 12 3 15. 152. സോറി 48 അല്ലേ? 48 അല്ലേ? ആൻസർ എന്താണ്? 48. അതായത് 200 152 കുറയ്ക്കുക. എന്നോട് അറിയാണ്ട് ഒന്ന് എഴുതിപ്പോയത് കേട്ടോ. 48. അപ്പം 5 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 200. 4 സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 152. അപ്പം ആ സംഖ്യകൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒഴിവാക്കിയ സംഖ്യ നമുക്ക് കിട്ടിയില്ലേ? അതെത്രയാണ്? 48. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ
ക്ലാസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാ ദിവസവും രാത്രി 7 മണിക്കാണ്. അപ്പോൾ ആരും ഇത് മിസ് ഔട്ട് ചെയ്യരുത്. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ദേവസ്വം ബോർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൃത്യമായ സൊല്യൂഷൻസ് നമ്മുടെ പ്രശാന്ത് സാർ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡൗട്ട് ഫോമിൽ നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെങ്കിലും അത് മെൻഷൻ ചെയ്യുക. അതിന് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മികച്ച പഠനം മിന്റിനോടൊപ്പം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.